മെത്തി മെത്തി സ്ഥലമെത്തി. മെയിൻ ഞാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. വെറുതെയാ, ഞാൻ വെറും ഡ്രൈവർ മാത്രമായിരുന്നു. സ്റ്റാർ ആ ക്യാമറയുടെ ലെൻസിൽ പോയിട്ട് നക്കു കൊടുക്കുവേ, പിന്നെ ചേട്ടൻ അത് തൂത്തു അടച്ച് വരുമ്പോഴേക്കും ഇവൻ ആ ഫ്രെയിമിൽ പോലും ഉണ്ടാവില്ല. ചബല വ്യാമോഹം മാത്രമാണ്. മിന്നൽ മുരളി വായുന്ന പോലെ ഒന്നങ്ങടും വിത്തിൻ സെക്കൻഡിലുള്ള ഒന്നിങ്ങടും. അവൻ അടങ്ങി ഒതുങ്ങി ബാഗിൻ്റെ അകത്ത് ഇരിക്കുന്നത് കണ്ടോ. അവന് മലയാളം അറിയാത്തതുകൊണ്ട് തർജിമ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താ പറയണ്ടേ, നമ്മളിപ്പോൾ ജാക്ക് റസൽ ടെറിയർ ജാക്ക് സ്പാരോയിൻ്റെ അകത്തുണ്ട്. ഇവൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഇതേ നമ്മൾ പറപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. ആക്ച്വലി ജാക്ക് റസൽ ടെറിയർ എന്ന് പറയുന്ന ബ്രീഡ് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മളവരെ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം എക്സസൈസൊക്കെ ചെയ്ത് അവരുടെ എനർജി ഫുള്ള് റിലീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവനെ പുറത്തിറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് എനർജിയൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ലേറ്റായി. എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്നുള്ളതല്ലേ, കണ്ടോളൂ, വരുന്ന വഴിക്കേ കാണാം. മെത്തി മെത്തി സ്ഥലമെത്തി. അങ്ങനെ നമ്മൾ ഇന്നിവിടെ എറണാകുളം ക്വീൻസ്വേയിൽ വന്നിരിക്കുന്നത് ജാക്ക് സ്പാരോൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി നമ്മുടെ ഈ ചാനലിന് വേണ്ടിയിട്ടല്ല, നമ്മൾ പെറ്റ്സ് കോർണർ എന്ന് പറയുന്നൊരു ചാനലുണ്ട്. പെറ്റ്സ് കോർണർ എന്ന് പറയുന്ന ചാനലിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. അവർക്ക് ജാക്ക് സ്പാരോൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണം അത്രേ. അവന് മലയാളം അറിയാത്തതുകൊണ്ട് തർജിമ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, പെറ്റ് എവിടെയെന്നല്ലേ, ഇതേ കണ്ടോളൂ. അവൻ അടങ്ങി ഒതുങ്ങി ബാഗിൻ്റെ അകത്ത് ഇരിക്കുന്നത് കണ്ടോ. പുറത്തിറക്കി കഴിഞ്ഞാൽ ശരിക്കുള്ള സ്വഭാവം കാണിച്ചു തരാം. ഇപ്പം തന്നെ ഇറക്കും, കണ്ടോളൂ വെയിറ്റ്. വലിയ കാര്യത്തിൽ ഈ മൈക്കും പിടിച്ച് ഞാൻ എന്ത് കോക്കറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നല്ല ചിന്തിക്കുന്നത്. ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നത് മൈക്ക് നല്ല വർക്കിംഗ് ആണെന്ന്. പക്ഷെ മൈക്കിന് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ, അതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യുന്നതാണേ. അതാ ചേട്ടന്മാർ വന്നു. ചേട്ടന്മാർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണേ. വലിയ കാര്യത്തിൽ ചേട്ടൻ എൻ്റെ അടുത്ത് ദൂരത്തുനിന്ന് നടന്നു വരാൻ പറഞ്ഞായിരുന്നേ. എവിടെ, ഞാൻ കറക്റ്റായിട്ട് നടന്നു വരുന്നുണ്ട്. അവൻ ഫ്രെയിമിൽ നിന്നും മിന്നൽ മുരളി പായുന്ന പോലെ ഒന്നങ്ങടും വിത്തിൻ സെക്കൻഡിലുള്ള ഒന്നിങ്ങടും പാഞ്ഞുകൊണ്ടിരിക്കുവാണ്. ചേട്ടൻ കുറേ കഷ്ടപ്പെട്ട്. ഓരോ ടൈമിലും ഈ ചേട്ടൻ ക്യാമറ എടുക്കുമ്പോൾ ഈ ചേട്ടൻ വിചാരിക്കുവേ ജാക്ക് സ്പാരോ ഇപ്പോൾ സ്ലോ മോഷനിൽ വരുമായിരിക്കും എന്നൊക്കെ. എവിടെ, ചുമ്മാ ചബല വ്യാമോഹം മാത്രമാണ്. പട്ടിയുടെ വാട്ടിന് പോയിക്കൊണ്ടിരിക്കുക. ഓരോ തവണ ക്യാമറ എടുക്കുമ്പോഴുണ്ടല്ലോ ഇവൻ ആ ക്യാമറയുടെ ലെൻസിൽ പോയിട്ട് നക്കു കൊടുക്കുവേ, പിന്നെ ചേട്ടൻ അത് തൂത്തു അടച്ച് വരുമ്പോഴേക്കും ഇവൻ ആ ഫ്രെയിമിൽ പോലും ഉണ്ടാവില്ല. അങ്ങനെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അവരെ കുറേ ഇവനിട്ട് കഷ്ടപ്പെടുത്തി ക്ഷീണിപ്പിച്ച് അവരെ തിരിച്ച് പറഞ്ഞു വിട്ടെങ്കിലും ഇവനെപ്പോഴും ഫുൾ ചാർജിലാണ്. ഇനി എങ്ങനെ ഈ ബാഗിൽ നിന്ന് പുറത്ത് ചാടാന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക അവൻ. ജാക്ക് സ്പാരോൻ്റെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോയിൽ എന്തായാലും പറയുന്നുണ്ട്. പക്ഷേ ചെറുതായിട്ട് ഒരു ബ്രീഫായിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇവൻ്റെ പേരൻസ് എന്ന് പറയുന്നത് രണ്ടുപേരും ചാമ്പ്യൻസ് ആണ്. മദറിൻ്റെ പേര് ബ്രൂണോ, ഫാദറിൻ്റെ പേര് ജിമ്മി. ഓക്കെ, ഇപ്പോൾ ബ്രൂണോ എന്ന് പറയുന്ന ചില്ലറക്കാരനൊന്നുമല്ല. അവൻ ഡയറക്റ്റ് റഷ്യൻ ഇമ്പോർട്ടിൻ്റെ ഡോട്ടറാണ് ജാക്ക് സ്പാരോൻ്റെ മദർ. ഓക്കെ, പോരാത്തതിന് കേരളത്തിലെ JRTകളിൽ ഫസ്റ്റ് ഫീമെയിൽ ചാമ്പ്യനാണ് ബ്രൂണോ, അതായത് ഇവൻ്റെ മദർ, ജാക്ക് സ്പാരോൻ്റെ മദർ. പിന്നെ അവളുടെ വിന്നിങ്സ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. BOBകൾ, റിസർവ് BOBകൾ, പിന്നെ അതേപോലെ ക്ലാസ് ഫസ്റ്റ്, CC, ഇതെല്ലാം വിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ജാക്ക് സ്പാരോ ഇപ്പം എന്താ ചെയ്യുന്നതെന്നറിയോ, എങ്ങനെ കായലിലേക്ക് എടുത്ത് ചാടാം എന്നാണ്. എന്നെ നീന്തിക്കണമല്ലോ, അതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് എവിടെയായിരുന്നു, ബ്രൂണോയുടെ കാര്യം, മദർ. അടുത്തത് ജിമ്മി ഇവൻ്റെ ഫാദറാണ്. ഫാദറിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഡബിൾ സൈഡ് ഇമ്പോർട്ട് ചാമ്പ്യൻ്റെ സണ്ണാണ്, അതായത് റഷ്യൻ ഇമ്പോർട്ട്സിൻ്റെ സണ്ണാണ് ജിമ്മി എന്ന് പറയുന്നത്. ജിമ്മിയും ഈ പറയുന്നത് പോലെ BOBകളും റിസർവ് BOB, ക്ലാസ് ഫസ്റ്റ്, അതേപോലെ CC എല്ലാം വിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞാനൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും പറയാം. ഇത്രയും കടന്ന് ഓടിച്ച് കഷ്ടപ്പെടുത്തിയതല്ലേ എന്നെയും ആ ചേട്ടന്മാരെയൊക്കെ. ദാഹിക്കും, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, കുടിക്കട്ടെ. ഇത്രയ്ക്കൊക്കെ ദാഹിച്ച് വരണ്ടെങ്കിലും അതിൻ്റെ അഹങ്കാരമൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ. താഴേക്കൊന്ന് ഇറക്കി തന്നാൽ മതി, ഇപ്പം തന്നെ റോക്കറ്റ് വേണമല്ലോ പറയും. ഇന്നത്തെ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. ആക്ച്വലി മെയിൻ ഞാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. വെറുതെയാ, ഞാൻ വെറും ഡ്രൈവർ മാത്രമായിരുന്നു. സ്റ്റാർ ജാക്ക് സ്പാരോ തന്നെയായിരുന്നു കേട്ടോ. വീട്ടിൽ ചെന്ന ഉടനെ ഇനി ഇവൻ എൻ്റെ അടുത്ത് ഇന്നത്തെ പേയ്മെൻറ്റ് എവിടെയെന്ന് ചോദിക്കുമെന്ന് എൻ്റെ പേടി. സത്യത്തിൽ അവിടെ എത്തുന്നത് വരെ വണ്ടി ഞാനാണ് ഓടിച്ചതെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവനാട്ടോ ഓടിച്ചത്. എന്നെ കുറേ ഇട്ട് ഓടിച്ച്. അയ്യോ, എന്തായാലും ജാക്ക് സ്പാരോക്ക് ഒന്ന് പുതിയൊരു അനുഭവം കിട്ടി. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ അങ്ങോട്ട്